ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നും ഒരു ദീപാവലി സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ, ആപ്പിൾ പേടയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം, ഒരു പാടും ഇല്ല, നല്ല ടേസ്റ്റുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അധികം ചേരുവകളുടെ ആവശ്യമില്ല. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി, ഒരു നൂൽ പരുവമൊന്നും ആക്കി എടുക്കണ്ട. പഞ്ചസാര അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ സ്റ്റേജിൽ തന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു നൂൽ പരുവമൊന്നും ആക്കി എടുക്കരുത്, എന്നാൽ പേട ഭയങ്കര കട്ടിയായി പോവും, ഒട്ടും സോഫ്റ്റ്നെസ് കാണില്ല. അതുകൊണ്ട് ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൊത്തം പാൽപ്പൊടി ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ മൊത്തം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ ഞാൻ മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. കൈ വിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തീ കുറച്ചിടാനും ശ്രദ്ധിക്കുക. 5 മിനിറ്റ് മുന്നേ 3 ടേബിൾ സ്പൂൺ ചൂടുപാലിൽ 3-4 കുങ്കുമപ്പൂ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ പേടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമ്മുടെ ആപ്പിൾ നല്ല വെള്ള കളറല്ലല്ലോ, അപ്പോൾ ഇത് ചേർക്കുമ്പോൾ കുറച്ച് മഞ്ഞ കളർ കിട്ടാനും ഇത് നല്ലതാണ്. പക്ഷെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ചേർത്തില്ല എന്ന് പറഞ്ഞിട്ട് അധികം ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാൻ പോണില്ല. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. തീ കൂട്ടിയിടരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ പാനിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ നമ്മൾ കട്ടിയാക്കി എടുത്താൽ പേട ഭയങ്കര കട്ടിയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചിലോ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അധികം തണുത്തു പോയാൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലാക്കി എടുക്കാൻ പറ്റില്ല. കുറച്ചൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. കയ്യിലോട്ട് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആപ്പിളിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് സൈഡിൽ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിൽ ചെറുവിരൽ കൊണ്ട് ഇതേപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു ഗ്രാമ്പുവാണ് എടുത്തിരിക്കുന്നത്, അത് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ആപ്പിളിൻ്റെ തണ്ട് പോലെ ആവും. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ആ വയ്ക്കുന്ന പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇളകി വരില്ല. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. എല്ലാം ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, ഏകദേശം 9 എണ്ണം വരും. ഇനി നമുക്കിതിന് ആപ്പിളിൻ്റെ കളർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ചുവന്ന ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബഡ്സ് വെച്ചിട്ട് ഇത് ചെയ്യാം. ഇപ്പോൾ ബഡ്സും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി. ഇപ്പോൾ റെഡ് കളർ തന്നെ വേണമെന്നില്ല, ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ ഗ്രീൻ ആപ്പിൾ പോലെ ഉണ്ടാക്കി എടുത്താലും മതി. ഇപ്പോൾ അതായത് ആപ്പിൾ പോലെ ഇല്ലേ, ഇതുപോലെ എല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാത്തിലും കളർ പുരട്ടിയിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ പേട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. ഇപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയാൽ, ഒറിജിനൽ ആപ്പിൾ പോലില്ലേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നേരത്തെയും ഞാനൊരു ദീപാവലി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പാൽപ്പൊടി വേണ്ട, മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും നല്ല എളുപ്പമാണ്. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പിയുടെ ലാസ്റ്റ് ദീപാവലിയുടെ പ്ലേലിസ്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.